ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു പെട്ടിയൊക്കെ പാക്ക് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ ഗൾഫിലോട്ടൊരു യാത്ര പോകുമല്ല, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പം നമ്മളത് വഴിയെ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. നമ്മൾ കൊല്ലത്തെ വീട്ടിൽ നിന്ന് എല്ലാവരും നല്ല റെഡി ആയിട്ടുണ്ട്. ആ പാക്കറ്റിൽ ചക്ക, മാങ്ങ, തേങ്ങ എല്ലാ കാര്യങ്ങളും ഞങ്ങളതിൽ കൃത്യമായി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിലുള്ള പകുതി ഡ്രസ്സുകൾ നമ്മൾ ബാഗിൽ ഇടിച്ച് കയറ്റി നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ നമ്മൾ അമ്മയച്ഛനും കൂടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രിപ്പ് പോകാനല്ല, നമ്മളെ ട്രെയിനിൽ കയറ്റി വിടാനാണ് കേട്ടോ. ട്രെയിനിൽ എന്തായാലും നമുക്കൊരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. ദക്ഷു കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു അപ്പാപ്പയെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ ഓക്കെ ആയിട്ടുണ്ട്. എന്തായാലും അവൻ വയലൻ്റ് ആവാതെ ഇരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം അവൻ്റെ അച്ഛൻ്റെ മടിയിലേക്ക് കയറി. അങ്ങനെ എന്തായാലും ദാണ്ട് നമ്മുടെ ഗർഭിണിയുടെ ഹസ്ബൻഡും മൊത്തത്തിൽ ഒരു ഉറക്കമയത്തിലിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഉച്ചയൊക്കെ ആയി, നല്ല വിശപ്പുണ്ടായിരുന്നു. കുത്തി കയറ്റി തിന്നുവാണ് കേട്ടോ. ഒരു ഇലപ്പൊതി ചോറാണ്. അങ്ങനെ എന്തായാലും നല്ല ചമ്മന്തിയും മീൻകറിയും ബീട്രൂട്ട് തോരനും എല്ലാം കൂടി കുഴച്ചങ്ങ് തിന്നു. അതിനുശേഷം കുറച്ച് ഉച്ചമയക്കത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും ട്രെയിനിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ തോളിലോട്ട് മയങ്ങി. അതിനുശേഷം ദക്ഷു ഒരറ്റത്ത് മൊബൈലും കൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ബോറടിച്ചെത്തിയിട്ടും നമ്മുടെ സ്റ്റേഷൻ ഇതേവരെ എത്തിയിട്ടില്ല. അങ്ങനെ എന്തായാലും ഞാൻ അവസാനം എൻ്റെ മടിയിലേക്ക് അങ്ങ് കിടന്നു. അത് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റു. ഇരുന്നും കിടന്നും ഒക്കെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സ്റ്റേഷൻ താണ്ട എത്താനായിട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും കുറേ മലനിരകളും വലിയ കെട്ടിടങ്ങളും എല്ലാം നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ താണ്ട കാത്തിരുന്ന് നമ്മുടെ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ബെട്ടിയും ബാഗും ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ആയിട്ട് നമ്മൾ വാരിപ്പിറക്കി നമ്മൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിനി ഇവിടെ നിന്നൊന്ന് ഫ്രഷ് ആവേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ താണ്ടിപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ തുടക്ക ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്കമാലിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ലഗേജൊക്കെ നല്ല തോനെയുണ്ട്. ഞങ്ങൾ അതൊക്കെ കൊണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ കുറച്ച് ടയേർഡായിട്ടൊക്കെ വന്നിരിക്കും. ഇനി നമ്മൾ അടുത്ത് വരും, നമ്മൾ നേരെ എയർപോർട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ എയർപോർട്ടിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആവണം കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലിട്ട് കാണാം. ബൈ. അപ്പം നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കിനി ഒരു ചായ കുടിക്കാം. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ വന്ന് കയറിയിട്ടുണ്ട്. ദക്ഷു നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചായയും കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ദാണ്ട് വെയിറ്റിംഗ് റൂമിൽ കയറി അടിപൊളിയായി പുതിയൊരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ നേരെ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ നേരെ എയർപോർട്ടിലോട്ടാണ് കേട്ടോ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്നാണ്, നമുക്ക് ഏകദേശം 9:30 ഫ്ലൈറ്റ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോഴേ പോകണം. ഏകദേശം ഒരു 6 മണിയോളം ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്തണം. ഏകദേശം ഇപ്പോൾ ഒരു 5:15 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറ്റി ഇനി നമ്മളെല്ലാവരും കൂടി യാത്ര തുടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ദക്ഷുവിന് ചെറിയൊരു വൊമിറ്റിംഗ് പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് അവനെ ചിന്നുവിൻ്റെ മടിയിലോട്ട് ഇരുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. കാരണം അവൻ്റെ ശ്രദ്ധയൊന്ന് തിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലെങ്കിൽ അവന് ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കും, ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവനൊരു മയക്കം പോലെ വന്ന് പിന്നെ അത് വൊമിറ്റിങ്ങിലോട്ട് എത്തും. അങ്ങനെ എന്തായാലും വിഷ്ണു നാണ്ട ഫ്രണ്ടിൽ തന്നെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അവനും ചെറിയൊരു വൊമിറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ട് നമ്മുടെ എയർപോർട്ടിലോട്ട് എത്തി. അപ്പോൾ വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് സോളാറിൽ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് എയർപോർട്ടാണ് കേട്ടോ. ഇത് ഫുള്ള് സോളാറിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അത് നമുക്കൊരു ഭയങ്കര ഒരു കാഴ്ചയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ടു. ഇനി അതിനുശേഷം നമ്മൾ എയർപോർട്ടിനകത്തോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ ഒരു റൂൾസും കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും നമ്മളിവിടെ നമ്മളെ ഇറക്കി നമ്മളെ പെട്ടിയൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് വെച്ചു. ഇനി അതിനുശേഷം നമ്മുടെ ചിന്നു ഇറങ്ങുവാണ് കേട്ടോ. അവർക്ക് കുറച്ച് ഇറങ്ങാനും കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ പെട്ടിയൊക്കെ നമ്മൾ ഇതാണ്ട് കൃത്യമായി ഇതിലെടുത്തു. പിന്നെ അവിടെ നിന്ന് തകർത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കാരണം നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ അറിയിക്കണമല്ലോ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നതെന്ന്. അങ്ങനെ കുറച്ച് ഷോ ഓഫൊക്കെ കാണിച്ച് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു കുന്തം അറിയത്തില്ലായിരുന്നു. എന്തായാലും നമുക്ക് വായി നാക്കല്ലേ കിടക്കുന്നത്, എന്തായാലും ചോദിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഞാനും വിഷ്ണുവും കൂടി എന്തായാലും ഞങ്ങൾ പോയി ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞതാണ്ട് നമ്മുടെ CSF വരെ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തു, നമ്മുടെ ആധാർ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തു. നമ്മൾ എയർപോർട്ടിനകത്തോട്ട് കയറി. നമ്മൾ ആ എയർപോർട്ടിനകത്തോട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ്ട് സൂപ്പറായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ്. സത്യം പറയാമല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ കയറുന്നതും വരുന്നതും കേട്ടോ. ട്രിവാൻഡ്രത്ത് എയർപോർട്ടിലൊക്കെ ഞാൻ പോകാറുണ്ട്. അങ്ങനെ നമ്മളിതാണ്ട് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആ ഒരു ക്യാബിനിലെത്തി. നമ്മളെ ടിക്കറ്റും കാര്യങ്ങളും എടുത്തു. നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചു. നമുക്ക് ഇതാണ്ട് 5 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ടിക്കറ്റൊക്കെ വിഷ്ണു വാങ്ങി. ഇനി അതിന് ശേഷം നമ്മളിനി അതൊക്കെ വെച്ചിട്ട് താണ്ട വീണ്ടും ഫോട്ടോ എടുപ്പ്.
കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടണമല്ലോ. അങ്ങനെ നമ്മൾ എന്തായാലും ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ അകത്തുള്ള ചെക്കിങ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കടയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. ഒന്നും നമുക്ക് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഗേറ്റ് 4-ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇതാണ് ഗേറ്റ് 4 വന്നിരുന്നു. എനിക്ക് നല്ല അലർജിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കണ്ണൊക്കെ അലർജി ആയി, മൂക്കൊക്കെ മൊത്തത്തിൽ വിഷയമായിട്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം കാത്തിരുന്ന് നമ്മുടെ ആ ഒരു നിമിഷം എത്തി കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കുവാണ്. നമ്മൾ ആ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ 4 നമ്മുടെ ഫ്ലൈറ്റാണ് കേട്ടോ. അതുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. അങ്ങനെ നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പം ഇവിടെയും കുറേ അധികം വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോവുകയാണ്. സത്യം പറയല്ലേ, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ. അത് മാത്രമല്ല, ട്രിപ്പെന്ന് മാത്രമല്ല, ഫ്ലൈറ്റിൽ പോകുന്നൊരു ട്രിപ്പാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ പോകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മൾ എത്രയോ രൂപ തിന്ന് കളയുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഈ ഉണ്ടാക്കുന്ന വീട്, കാർ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ തന്നെ ഫ്ലൈറ്റിനകത്ത് കയറി. വിഷ്ണുവിന് മിറർ സീറ്റാണ് കേട്ടോ കിട്ടിയത്. അതിൽ ചാടി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മിററിൻ്റെ പകുതി മാത്രമേ അവന് കാണാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പുറത്താണ്. ചിന്നുവിന് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ നല്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല മിററിൻ്റെ ആ സൈഡ് നല്ലപോലെ കാണാമായിരുന്നു. ഇനി നമ്മുടെ എയർ ഹോസ്റ്റസൊക്കെ വന്ന് നമുക്ക് ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലൈറ്റിനകത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫ്ലൈറ്റ് നമ്മളാണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. സത്യം പറയാമല്ലോ, നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെവിയൊക്കെ ഊതി അടച്ച് സത്യം പറയാം. പിന്നെ ആ ഒരു ടെൻഷനൊക്കെ ഞാനിങ്ങനെ ദൈവത്തെയൊക്കെ മനസ്സിൽ വിചാരിച്ച് വിളിച്ച് ഞങ്ങൾ എന്തായാലും ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കുറേ ആയപ്പോൾ എനിക്ക് പേടിയൊക്കെ കുറച്ചങ്ങ് മാറി കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം ഒരു പേടിയുള്ളതുപോലെ കേട്ടോ. അതുകൊണ്ട് എന്തായാലും സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു മൂമെൻറ്റ് എനിക്ക് സമ്മാനിച്ച ഏട്ടനും വിഷ്ണുവിനും ഒരുപാട് ബിഗ് താങ്ക്സ് ഉണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ ദക്ഷൂട്ട് ഉറക്കമായി കേട്ടോ. ചിന്നു വിഷ്ണു ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ ഉറങ്ങി കേട്ടോ. ഉറക്കമൊക്കെ ഉറക്കം എഴുന്നേറ്റപ്പോഴാണ്ട് എത്തി. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലോട്ടെത്തി. ഇനി അവിടെ നിന്നൊരു ട്രാവലറിലാണ് നമ്മളെ ഇനി ബാംഗ്ലൂർ എയർപോർട്ടിലോട്ട് കൊണ്ടുപോകാൻ പോകണത് കേട്ടോ. അങ്ങനെ ചിന്നു ഇറങ്ങി വരുവാണ്. സത്യം പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ബാംഗ്ലൂർ എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ആലോചിക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10:45 ആയപ്പോഴത്തേക്ക് എയർപോർട്ടിലോട്ട് എത്തി. ദക്ഷു നല്ല ഉറക്കമായിരുന്നു. നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അകംഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പെട്ടി നമുക്കിപ്പോൾ ഇവിടെ വരും. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് കേട്ടോ. നമ്മുടെ പെട്ടി ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പെട്ടിയും കൂടി ഉണ്ട് എത്താം. ഒരു പെട്ടി എത്തിയിട്ടുണ്ട്. ഇനിയും ഒരു പെട്ടിയും കൂടി കേട്ടോ. അങ്ങനെ നമുക്ക് എന്തായാലും 3 പെട്ടിയും കിട്ടി. ഇനി നമ്മളെ അച്ചു നമ്മളെ വിളിക്കാനായിട്ട് വരും കേട്ടോ. പപ്പയുടെ അനിയൻ്റെ മോനാണേ. അപ്പം അവൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബാംഗ്ലൂർ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അതിനകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ച് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ നോക്കാതെ ഈ ബൊക്ക സത്യം പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും ദക്ഷുവും കൂടെ പോയൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. സത്യം പറയാലോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ. സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നിനി എന്താണ് പറയേണ്ടത്, നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും 2 വെജിറ്റബിൾ പപ്സാണ് കേട്ടോ വാങ്ങിച്ചത് കേട്ടോ. 2 വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു കേട്ടോ. കാരണം ചിന്നുവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കട്ടിക്കായിട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് നൈസിന് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളത് വാങ്ങിയത്. നമ്മളെ അച്ഛൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മളെ കുറേ നാൾക്ക് ശേഷം അവൻ നമ്മളെ കാണുവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവിനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഏട്ടനെയൊക്കെ കെട്ടിപ്പിടിച്ച് നമ്മൾ അവനെ കണ്ടിരിക്കുകയാണ് ഗൈസ് കുറേ നാൾക്ക് ശേഷം. അങ്ങനെ പിന്നെ നമുക്ക് ഷേക്കാൻ്റെ ഒക്കെ തന്നു. നമ്മളിനി കാറിൽ കയറാൻ പോവാണ്. ദക്ഷു ആദ്യമായിട്ടാണ് കേട്ടോ അവൻ്റെ ചെറിയച്ഛനെ കാണാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും പെട്ടിയും ചക്കയും മാങ്ങയൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി നമ്മളിനി വണ്ടിയിൽ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ എന്തായാലും അപ്പോൾ ബാഗ് ഒരെണ്ണം ബാക്കിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളത് ഫ്രണ്ടിലാണ് കേട്ടോ. അച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു.